പരിശോധനയിലൂടെ കടന്നു പോകാതെ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുവാൻ ചിന്തിക്കുന്നത് വെറുതെയാണ്. ദൈവം ഉപയോഗിക്കുന്ന മാർഗമാകുന്നു പരിശോധന. അതുകൊണ്ട് പരിശോധന വരുമ്പോൾ നിരാശപ്പെടരുത്. ജീവസന്ദേശത്തിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്നേഹവും വന്ദനങ്ങളും. അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. ഞാൻ എൻ്റെ നടപ്പ് അവൻ്റെ മുമ്പാകെ തെളിയിക്കും. എന്നാൽ ഞാൻ നടക്കുന്ന വഴി അവൻ എന്നെ അറിയുന്നു. എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. ദൈവഭക്തനും നിഷ്കളങ്കനും നേരുള്ളവനുമായ യോബിൻ്റെ വാക്കുകളാണിവ. ഇപ്രകാരമുള്ള ഒരു മനുഷ്യനെ എന്തു ശോധന ചെയ്യാനാണ് എന്ന് നാം ചിന്തിക്കും. തനിക്കു തന്നെ താൻ നീതിമാനെന്ന് ധരിച്ചിരുന്ന യോബിനെ ദൈവസന്നിധിയിൽ ഒരു മർത്യനും നീതിമാനാകയില്ല എന്ന് ബോധ്യപ്പെടുത്തുവാൻ ശോധനയിൽ കൂടി കടത്തിവിടേണ്ടി വന്നു. വചനം പറയുന്നു, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. അവിടുത്തെ കൃപയാൽ ക്രിസ്തുവേശുവെങ്കിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. അതെ, പരീക്ഷകൾ നമ്മെ ശുദ്ധീകരിക്കുന്നു. അത് നമ്മെ ക്രിസ്തുവിലേക്ക് വഴി നടത്തുന്നു. സദൃശ്യവാക്യങ്ങൾ 17-ാം അധ്യായം 3 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. സദൃശവാക്യങ്ങൾ 17-ാം അധ്യായം കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിക്കുവാൻ ആരംഭിച്ചതായിരുന്നുവല്ലോ. ആദ്യത്തെ 2 വാക്യങ്ങൾ നാം ചിന്തിച്ചു. ഇനിയും 3-ാം വാക്യം മുതൽ ഇന്ന് നമുക്ക് ചിന്തിക്കാം. 3-ാം വാക്യം ഞാനൊന്ന് വായിക്കാം. സദൃശവാക്യങ്ങൾ 17-3. വെള്ളിക്ക് പുടം, പൊന്നിന് മൂശ, ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നവനോ യഹോവ. ശുദ്ധിയുള്ള വെള്ളി ലഭിക്കുന്നതിന് കുഴിച്ചെടുത്ത വെള്ളി ശുദ്ധി ചെയ്യുന്ന കലത്തിലിട്ട് അത് ഭംഗിയായി ഉരുക്കി അതിൻ്റെ കീടമെല്ലാം വേർപെടുത്തി കളയാവുന്നതുവരെ ചൂടാക്കുന്നു. അങ്ങനെ ശുദ്ധമായ ലോഹം നമുക്ക് ലഭിക്കുന്നു. ഇതേ വിധത്തിൽ തന്നെയാണ് സ്വർണവും ശുദ്ധി ചെയ്യുന്നത്. അത് മൂശയിലിട്ട് ഉരുക്കി അതിലെ കീടമൊക്കെ അശുദ്ധിയൊക്കെ മാറ്റിക്കളയുന്നു. ദൈവം തൻ്റെ മക്കളെ തീയിൽ കൂടി കടത്തിവിട്ട് അവരിൽ നിന്നും വല്ലതുമൊക്കെ ഉണ്ടാക്കിയെടുക്കുവാൻ ശ്രമിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടുന്ന് നമ്മുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നു. അങ്ങനെ നമ്മെ ശക്തീകരിക്കുന്നവനാണ് ദൈവം. അതിനാണ് അവൻ ശ്രമിക്കുന്നത്. തൻ്റെ ഉപയോഗത്തിനായി നല്ല പുത്രന്മാരെയും പുത്രിമാരെയും ഉണ്ടാക്കിയെടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ ഈ പരിശോധനയാകുന്ന ചൂടിൽ കൂടി കടന്നു പോകാതെ ഉപയോഗിക്കപ്പെടുവാൻ ചിന്തിക്കുന്നത് വെറുതെയാണ്. നാം ദൈവത്തിന് പൊന്നിനേക്കാളും വെള്ളിയേക്കാളും വിലയേറിയവരാണ്. നാം അവൻ്റെ മക്കളല്ലേ. അതുകൊണ്ട് നാം പരിശോധിക്കപ്പെടുമ്പോൾ, ശോധന ചെയ്യപ്പെടുമ്പോൾ ഒരിക്കലും നിരാശപ്പെടരുത്. പത്രോസ് ലേഖനം എഴുതിയപ്പോൾ 1-ാം ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, അതിൽ നിങ്ങളിപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയത് എന്ന് യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. ദൈവം ഈ മാർഗങ്ങളെയാണ് ഉപയോഗിക്കുന്നത്. ഇത് മാത്രമാണ് ശരിയായ മാർഗം. ചിന്തിക്കുന്ന ഏതൊരു വ്യക്തിയും അതുറപ്പായി സമ്മതിക്കുകയും ചെയ്യും. പരിശോധനയുടെ തീച്ചൂളയിലൂടെ ഇയ്യോബിനെ കടത്തിവിട്ടതിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടായിരുന്നു. പൗലോസിന് ജഡത്തിൽ ഒരു ശൂലം നൽകിയതിന് ദൈവത്തിനൊരു പ്രത്യേക ഉദ്ദേശമുണ്ടായിരുന്നു. അത് പൗലോസ് വ്യക്തമായി തിരിച്ചറിഞ്ഞിരുന്നു. സഭയിൽ രക്തസാക്ഷിത്വത്തിൻ്റെ ഒരു കാലയളവ് അനുവദിച്ചതിൽ ദൈവത്തിന് പ്രത്യേക ഉദ്ദേശമുണ്ടായിരുന്നു. പീഡനം വാസ്തവത്തിൽ സഭയെ രൂപപ്പെടുത്തുകയാണ് ചെയ്തത്. ഈ പറഞ്ഞ സമയത്ത് സഭ ആത്മീയമായി ഉയർന്നിരുന്നത് പോലെ മറ്റൊരിക്കലും ഇരുന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ പീഡനത്തിൻ്റെ മാഹാത്മ്യം മനസ്സിലാകുമല്ലോ.
പീഡനം ഒരിക്കലും ക്രിസ്തീയ സഭയെ ക്ഷീണിപ്പിച്ചിട്ടില്ല, ക്ഷീണിപ്പിക്കത്തില്ല, ശക്തീകരിച്ചിട്ടേ ഉള്ളൂ. ഒരു യഥാർത്ഥ ദൈവപൈതലിനോട് കഷ്ടതയ്ക്ക് ചെയ്യുവാൻ കഴിയുന്നത് അത്രമാത്രമാണ്. അല്ലാതെ താങ്കളുടെ ജീവിതത്തെ നശിപ്പിക്കില്ല. താങ്കളുടെ അനുഭവം തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. കഷ്ടത താങ്കളെ ദൈവത്തോട് അടുപ്പിച്ചില്ലേ? അനേക ദൈവമക്കൾ സാക്ഷിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ കഷ്ടത വന്നത് നന്നായിപ്പോയി എന്ന്, അന്നത്തെ ആ രോഗം എന്നെ ദൈവത്തോട് അടുക്കുവാൻ സഹായിച്ചു എന്ന്, എൻ്റെ കുഞ്ഞിൻ്റെ വേർപാട് എന്നെ ദൈവത്തെ കൂടുതൽ മനസ്സിലാക്കുവാൻ സഹായിച്ചു എന്ന്. അതെ, അതുപോലെ അനേകം അനുഭവങ്ങൾ ഒരുപക്ഷെ താങ്കൾക്ക് പറയുവാനുണ്ടാകും. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കാണപ്പെടുന്ന ഒരു പ്രധാന പ്രശ്നം സമൃദ്ധിയാകുന്നു എന്നത്രേ ഞാൻ കരുതുന്നത്. ഇസ്രായേലിലെ പ്രശ്നങ്ങളിൽ ഒന്ന് ഇതായിരുന്നു. ആവർത്തന പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ മോശ അതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവൻ പറഞ്ഞു, യശൂരനോ പുഷ്ടി വെച്ച് ഉതച്ച്, നീ പുഷ്ടി വെച്ച് കനത്ത് തടിച്ചിരിക്കുന്നു. തന്നെ ഉണ്ടാക്കിയ ദൈവത്തെ അവൻ ത്യജിച്ചു, തൻ്റെ രക്ഷയുടെ പാറയെ നിരസിച്ചു. നമുക്കിന്ന് വളരെയേറെ പുഷ്ടി വെച്ച വിശുദ്ധന്മാരുണ്ട് എന്നത്രേ ഞാൻ ഭയപ്പെടുന്നത്. ഈ പുഷ്ടി എന്ന് പറയുന്നത് നീര് വെച്ചിരിക്കുക, അല്ലാതെ ശരിയായിട്ടുള്ള പുഷ്ടിയല്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അവർക്കെല്ലാം ഉണ്ട്, എന്നിട്ടും അവർ കുറ്റം പറയുന്നവരും കുറ്റം കണ്ടുപിടിക്കുന്നവരും വിമർശിക്കുന്നവരും എപ്പോഴും പിറുപിറുക്കുന്നവരും മാത്രമാണ്. ഒരു കാലത്ത് ഇവർ സഭയിൽ വളരെയേറെ പ്രയോജനപ്പെട്ടിരുന്നു എന്നോർക്കണം. അന്ന് അവർക്ക് ഞെരുക്കമായിരുന്നു. മക്കളെ സ്കൂളിൽ വിടുവാൻ പണമില്ലായിരുന്നു. കൂലിവേലയ്ക്ക് പോയാൽ തന്നെ ശരിക്ക് പണി കിട്ടത്തില്ലായിരുന്നു. ചെയ്തിരുന്ന പണിക്ക് ലഭിച്ചിരുന്നതോ അന്നൊക്കെ വീട്ടിൽ കൊണ്ടുവന്നാൽ അത് ഒന്നിനും തികയുമായിരുന്നില്ല. എന്നാലും വീട്ടിൽ കുടുംബപ്രാർത്ഥനയുണ്ടായിരുന്നു. കൂട്ടായ്മകൾക്ക് മുടങ്ങാതെ പോകുമായിരുന്നു. എത്ര ദൂരമായിരുന്നു എങ്കിലും നടന്നു പോകുമായിരുന്നു. പള്ളിയിലെ എല്ലാ കാര്യങ്ങൾക്കും മുൻപിലുണ്ടായിരുന്നു. വഴക്കിനും വയ്യാവേലിക്കും പോകില്ലായിരുന്നു. അതുകൊണ്ടൊക്കെ സമാധാനമായിരുന്നു, നല്ല ആത്മീയ അന്തരീക്ഷം. എന്നാൽ ഇന്ന് വിദേശ രാജ്യങ്ങളിലെ പണത്തിൻ്റെ വരവ് കൊണ്ട് കനത്ത് തടിച്ചിരിക്കുന്നു. ഇന്ന് എല്ലാവരെയും പുച്ഛമാണ്. താങ്കളുടെ ആത്മീയ നിലവാരം പഴയതുപോലെ ആക്കുവാൻ കഴിയുന്ന ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട് സുഹൃത്തെ, മറക്കരുത്. അവിടുന്ന് സർവശക്തനാണ്. ഞാൻ അതേക്കുറിച്ച് കൂടുതൽ പറയേണ്ടതില്ലല്ലോ. നിങ്ങളും അതേക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട് എന്നെനിക്കറിയാം. ഈ കനത്ത് തടിച്ചിരിക്കുന്നവർ ക്രിസ്തുവിൻ്റെ കാര്യങ്ങൾ യാതൊരുവിധ സഹായവുമല്ല എന്ന് ഓർക്കണം. അതുകൊണ്ട് തന്നെ താൻ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്ന വിശുദ്ധന്മാരെ ദൈവം തീച്ചൂളയിൽ കൂടി കടത്തിവിടും. അങ്ങനെ തൻ്റെ ഉപയോഗത്തിനായി അവരെ ഒരുക്കിയെടുക്കും. ദൈവം തന്നിട്ടുള്ള അവസരങ്ങളെ പരമാവധി ഉപയോഗിച്ച് ദൈവനാമ മഹത്വത്തിനായി നാം പ്രവർത്തിക്കേണ്ടതുണ്ട്. കർത്താവിനെ കൂടുതൽ അറിയുവാനും കൃപയിൽ വളരുവാനും കർത്താവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലൂടെ ഉയരുവാനും ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച ഒരു സഹോദരിയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ് കർത്താവ് അവൾക്ക് ചെയ്തു കൊടുത്തത് എന്നറിയാമോ? ദൈവം അവൾക്ക് ക്യാൻസർ കൊടുത്തു. നിങ്ങളിൽ പലരും എന്നോടിപ്പോൾ യോജിക്കില്ല എന്നെനിക്കറിയാം. നിങ്ങൾ പറയുവാൻ പോകുന്നത് ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നവനല്ല, പിന്നെന്തിനാണ് അങ്ങനെ പറയുന്നത്? ഞാനും അതുപോലെ സമ്മതിക്കുന്നു സുഹൃത്തെ. രോഗം ദോഷമായി തോന്നുന്നത് നിങ്ങൾക്കല്ലേ? അസൗകര്യങ്ങളായി തോന്നുന്നത് നിങ്ങൾക്കല്ലേ? ദൈവം അതിനെ നന്മയ്ക്കായിട്ടാണ് കാണുന്നതെങ്കിലോ? ആ രോഗത്താൽ അവൾ ദൈവത്തെ അടുത്തറിഞ്ഞു, അനേകരെ ആ അറിവിലേക്ക് നടത്തുകയും ചെയ്തു. തൻ്റെ ജീവിതത്തിൽ അതുവരെ താൻ ചെയ്തിട്ടില്ലാത്ത വിധം അനേകരെ കർത്താവിലേക്ക് നടത്തുവാൻ ദൈവം അവളെ എടുത്തുപയോഗിച്ചു. അത് അനുഗ്രഹിക്കപ്പെട്ട ഒരവസ്ഥയല്ലേ? നാം എല്ലാവരും ജീവിക്കുന്നതിൻ്റെ ഉദ്ദേശം ഇത് തന്നെയാകുന്നുവല്ലോ. ഒരു കൂട്ടർക്ക് രോഗമാകുന്നുവെങ്കിൽ മറ്റൊരു കൂട്ടർക്ക് സാമ്പത്തിക ഞെരുക്കമാകും. അതേ സമയം മറ്റു ചിലർക്ക് മക്കളിൽ നിന്നുള്ള ഭാരമാകും. ഇനിയും ചിലർക്ക് ജോലി ചെയ്യുന്ന സ്ഥലത്തെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടാകും. എന്തുമായിക്കൊള്ളട്ടെ, ഒരു ദൈവ പൈതലിന് ഈ പറഞ്ഞതെല്ലാം ശുദ്ധീകരണ മൂശ മാത്രമാണ്, കത്തിച്ച് കളയുവാനുള്ള ശ്രമമല്ല എന്നോർക്കണം. അങ്ങനെ ചാമ്പലാകുകയുമില്ല. ഈ കീടം മാത്രമേ ചാമ്പലാകൂ. ദൈവം ഈ പറയുന്നതൊക്കെ അനുവദിക്കുന്നത് നമ്മെ വെറുക്കുന്നത് കൊണ്ടല്ല സുഹൃത്തെ, നമ്മെ സ്നേഹിക്കുന്നതിനാൽ, മക്കളായി സ്നേഹിക്കുന്നതിനാലാകുന്നു. അങ്ങനെ അവൻ നമുക്ക് മാധുര്യവാനായി തീരും.
ഇത് അനുഭവിച്ചറിഞ്ഞ ഓരോ ദൈവ പൈതലിനും സാക്ഷിക്കുവാൻ വളരെ സാധിക്കും. ഇതേക്കുറിച്ച് കൂടുതൽ ചിന്തിക്കൂ. അതെ, താങ്കളുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ വന്നത് വളരുവാനുള്ള ഉപാധിയായി കാണുക. താങ്കളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ വളരുവാനുള്ള മുഖാന്തരങ്ങളായി കാണുക. തളർന്നു പോകരുത്. വളരുവാൻ ദൈവം തന്ന അവസരം തീർച്ചയായും തിരിച്ചറിഞ്ഞ് അത് അതുപോലെ ഉപയോഗിക്കുവാൻ മറക്കരുത്. 6-ാം വാക്യം വായിക്കാം. മക്കളുടെ മക്കൾ വൃദ്ധന്മാർക്ക് കിരീടമാകുന്നു, മക്കളുടെ മഹത്വം അവരുടെ അപ്പന്മാർ തന്നെ. നിങ്ങളിൽ അനേകർക്കും സന്തോഷകരമായി തോന്നാവുന്ന ഒരു വാക്യമാകുന്നു ഇത്. എനിക്ക് തീർച്ചയായിട്ടും അങ്ങനെയാണ് മനസ്സിലാകുന്നത്. മക്കളുടെ മക്കൾ എന്നത് പേരക്കുട്ടികളെക്കുറിച്ചാണ്, അല്ലെങ്കിൽ കൊച്ചുമക്കളെക്കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്, അല്ലേ? ഇത് വല്യപ്പച്ചന്മാർക്കും വല്യമ്മച്ചിമാർക്കും വേണ്ടിയുള്ള ഒരു വാക്യമാണ്. മക്കളുടെ മഹത്വം അവരുടെ അപ്പന്മാർ തന്നെ. മക്കൾ തങ്ങളുടെ പിതാക്കന്മാരിലേക്ക് നോക്കുന്നു. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ നമുക്ക് എന്ത് വലിയ അനുഗ്രഹമാണ്. അവരോട് ആശയവിനിമയം ചെയ്യുവാൻ നമുക്ക് കഴിയും. ഇടയ്ക്കിടെ ദേഷ്യപ്പെട്ടാലും എത്ര പെട്ടെന്നാണ് കാര്യങ്ങൾ നേരെയായിത്തീരുന്നത്. എന്നാൽ മക്കളുടെ മക്കൾ വൃദ്ധന്മാർക്ക് കിരീടമാകും. ഈ സദൃശവാക്യം അതുപോലെ ശരിയാണല്ലേ? എൻ്റെ പിതാവ് ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹം ഒരു നല്ല ഉദാഹരണമായി ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹം കൊച്ചുമക്കളെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയാൽ കേട്ടിരിക്കുന്നവർ മുഷിയും. മക്കളെക്കുറിച്ചൊന്നും ഇത്രയധികം പറയുവാനുണ്ടായിരുന്നിരിക്കില്ല. എന്നാൽ കൊച്ചുമക്കളുടെ കാര്യം എന്തൊരു രസമായിട്ടാണ് പറയുന്നത്. അവരുടെ ഫോട്ടോകൾ കൊണ്ട് വീട് നിറച്ചിരിക്കും. അപ്പച്ചൻ വായിക്കുന്ന ഏത് പുസ്തകത്തിലും പിള്ളേരുടെ അല്ലെങ്കിൽ കൊച്ചുമക്കളുടെ ഏതെങ്കിലും ഒരു ഫോട്ടോ വെച്ചിരിക്കും. ഒരു വല്യപ്പച്ചൻ പറഞ്ഞു, കൊച്ചുമക്കൾ ഇത്രയും അധികം അനുഗ്രഹമാണെന്ന് പണ്ടേ അറിയാമായിരുന്നെങ്കിൽ എനിക്ക് മക്കളേക്കാൾ മുൻപേ കൊച്ചുമക്കളെ ഉണ്ടാകുവാൻ ഞാൻ ആഗ്രഹിച്ചേനെയുമെന്ന്. വളരെ രസകരമായിരിക്കുന്നു. പലർക്കും കൊച്ചുമക്കളെക്കുറിച്ച് പറയുവാൻ തുടങ്ങിയാൽ സമയം തികയുകയില്ല. അവർ അഭിമാനവും സന്തോഷവുമൊക്കെയാണ്. അവർ കുടുംബങ്ങളെ ഒരുമിച്ചാക്കുന്നു. കുട്ടി പിതാവിങ്കിലേക്ക് നോക്കുന്നു, എന്നാൽ വല്യപ്പൻ തിരിഞ്ഞ് കൊച്ചുമക്കളെ നോക്കുന്നു. അവിടെയാണ് അവൻ്റെ സ്നേഹം കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ദൈവം എത്ര ഭംഗിയായിട്ടാണ് കുടുംബങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്, അല്ലേ? ഇനിയും 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. സുഭാഷിതം പറയുന്ന അധരം ഭോഷന് യോഗ്യമല്ല, വ്യാജമുള്ള അധരം ഒരു പ്രഭുവിന് എങ്ങനെ? സമ്മാനം വാങ്ങുന്നവന് അത് രത്നമായി തോന്നും, അത് ചെല്ലുന്നിടത്തൊക്കെയും കാര്യം സാധിക്കും. സ്നേഹം തേടുന്നവൻ ലംഘനം മറച്ചു വയ്ക്കുന്നു, കാര്യം പാട്ടാക്കുന്നവനോ മിത്രങ്ങളെ ഭേദിപ്പിക്കുന്നു. ഭോഷനെ 100 അടിക്കുന്നതിനേക്കാൾ ബുദ്ധിമാനെ ഒന്ന് ശാസിക്കുന്നത് അധികം ഫലിക്കും. കൈക്കൂലി വാങ്ങുന്നതിനെ ശലോമോൻ ഇവിടെ പ്രോത്സാഹിപ്പിക്കുകയല്ല. തീർച്ചയായും ദൈവവചനം കൈക്കൂലി വാങ്ങുന്നതിനെ കുറ്റപ്പെടുത്തുന്നുണ്ട് എന്ന് നമുക്കറിയാം. ഒരിക്കലും ബൈബിൾ അത് അനുവദിക്കുന്നില്ല. ബുദ്ധിമാനെ ഒന്ന് ശാസിക്കുന്നത് അധികം ഫലിക്കുമെന്ന് നാം വായിച്ചു. ചിലപ്പോൾ ചിലർ പറയുന്നത് കേട്ടിട്ടില്ലേ, ആ പാവം ഇന്നാരെ അറിയുമോ, അദ്ദേഹം ഒരു ഒന്നാന്തരം ദൈവവൈതലാണ്, അദ്ദേഹം ഇന്നീ കടന്നു പോകുന്ന പ്രതിസന്ധികളെ ഒന്ന് നോക്കിക്കേ. അതെ, ദൈവം തൻ്റെ വിശുദ്ധന്മാരെ ശാസിക്കുന്നു. ചിലപ്പോൾ അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളെ അയച്ച് ശാസിച്ചു എന്ന് വന്നേക്കാം. അവർ ബുദ്ധിമാന്മാരായിരുന്നതിനാൽ ദൈവം അവരെ പരിശീലിപ്പിക്കുകയാണ്. ബുദ്ധിമാൻ ശാസന ശ്രദ്ധിക്കും, ഭോഷൻ ശാസനയ്ക്ക് ചെവി കൊടുക്കുകയില്ല. അവൻ ചിന്തിക്കുന്നത് അതവനെ നശിപ്പിക്കുവാനാകുന്നു എന്നത്രേ. പക്വതയില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത്. അവൻ്റെ മേൽ കുറ്റം കണ്ടുപിടിക്കുകയാകുന്നു എന്നത്രേ ഈ പക്വതയില്ലാത്ത ഭോഷൻ ചിന്തിക്കുന്നത്. അവൻ്റെ മുതുകിന് 100 അടി അടിച്ചാലും അതവന് യാതൊരു ഗുണവും ചെയ്യില്ല എന്നാണ് ശലോമോൻ പറയുന്നത്. അഭക്തരായ ആരെങ്കിലും സമൃദ്ധിയിൽ നിന്ന് സമൃദ്ധിയിലേക്ക് വളരുന്നത് കാണുമ്പോൾ അതിൻ്റെ കാരണം ഒരുപക്ഷെ ദൈവം അവനോട് ചെയ്തതൊക്കെ ഇരിക്കെ അവൻ മാറില്ലാത്ത വിധം ഭോഷനാണ് എന്നതുകൊണ്ടാകും. തൻ്റെ പഴയ കളപ്പുരകളൊക്കെ പൊളിച്ച് കളഞ്ഞിട്ട് തൻ്റെ ധാന്യത്തിനു വേണ്ടി പുതിയ കളപ്പുരകൾ പണിത ഒരു മനുഷ്യനെക്കുറിച്ച് ക്രിസ്തു പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ. അവന് വലിയ സമൃദ്ധി ഉണ്ടായെന്ന് മാത്രമല്ല, അവൻ തൻ്റെ ബിസിനസ് വിശാലമാക്കുകയായിരുന്നു. ഒരു പുതിയ കളപ്പുര പണിയുന്നതിൽ തെറ്റൊന്നുമില്ല. ഇതിലെ തെറ്റ് ഈ മനുഷ്യനൊരു ഭോഷനായിരുന്നു എന്നതത്രേ. ഞാൻ പറഞ്ഞതല്ല, യേശു കർത്താവ് പറഞ്ഞതാണ്. അവൻ ഭോഷനായിരുന്നു, മൂഢനായിരുന്നു.
നിത്യതയ്ക്ക് വേണ്ടി അവനൊന്നും ചെയ്തില്ല എന്നതിനാലാണ് അവൻ ഭോഷനായിരിക്കുന്നത്. ഒരു മൃഗത്തെപ്പോലെ അന്നത്തെ ജീവിതം മാത്രമാണ് അവൻ ചിന്തിച്ചത്. ദൈവത്തിൻ്റെ ശാസന അവൻ്റെ മനം മാറ്റുമായിരുന്നില്ല. മഹാപീഡന കാലത്തിൽ ലോകം വലിയ കഷ്ടത്തിലൂടെയും ന്യായവിധിയിലൂടെയും പോകുമെന്ന് നമുക്കറിയാം. കഷ്ടത്തിൻ്റെ കൂടുതൽ കൊണ്ട് മനുഷ്യർ തന്നെ തങ്ങളുടെ പല്ല് കടിക്കുമെന്നാണ് നാം വായിക്കുന്നത്. എന്നാൽ അവർ ദൈവത്തിങ്കിലേക്ക് തിരിയുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇല്ല. ഭോഷനെ പിടിച്ച് 100 അടി അടിച്ചാലും അവന് യാതൊരു മാറ്റവും ഉണ്ടാകിയില്ല. അതിൻ്റെ കാരണം അവൻ ഭോഷനാകുന്നു എന്നുള്ളതാണ്. ഇത് പറയുമ്പോൾ നമ്മുടെ ഇന്നത്തെ ജയിലുകളെക്കുറിച്ചുള്ള തത്വം അത് അത്ര ശരിയാകുന്നുവോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എപ്പോഴും അത് ശരിയാകുന്നു എന്ന് പറയുവാൻ തരമില്ല. ഒരു കുറ്റവാളിയെ രൂപാന്തരപ്പെടുത്തി സ്വഭാവ രൂപീകരണം വരുത്തി വീണ്ടും സമൂഹത്തിൽ ഇടുവാനുള്ള സ്ഥലമല്ല ജയിൽ. അതിനുള്ള സ്ഥലം വേറെ കണ്ടെന്ന് വന്നേക്കാം. എന്നാൽ ജയിൽ പ്രധാനമായും ശിക്ഷിക്കുവാനുള്ള സ്ഥലമാണ്, അല്ലാതെ ശിക്ഷണത്തിൽ കൊണ്ടുവരുവാനുള്ള സ്ഥാപനമല്ല. ശിക്ഷണം ഒരു കുട്ടിക്കാണ് നൽകേണ്ടത്. നമ്മുടെ സ്വന്തം കുട്ടിക്ക് ശിക്ഷ അല്ല, ശിക്ഷണമാണ് നൽകേണ്ടത്. ശിക്ഷ കുറ്റകൃത്യം ചെയ്ത ഒരു വ്യക്തിക്കും നമ്മുടെ സ്വന്തം കുട്ടികൾക്ക് ശിക്ഷണവുമാകുന്നു നൽകേണ്ടത്. ഇത് നാം പ്രത്യേകം ഓർക്കണം. ഇനി 11 മുതലുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. 11 മുതൽ. മത്സരക്കാരൻ ദോഷം മാത്രം അന്വേഷിക്കുന്നു, ക്രൂരനായ ഒരു ദൂതനെ അവൻ്റെ നേരെ അയക്കും. മൂഢനെ അവൻ്റെ ഭോഷത്വത്തിൽ എതിരിടുന്നതിനേക്കാൾ കുട്ടികൾ കാണാതെ പോയ കരടിയെ എതിരിടുന്നത് ഭേദം. ഒരുത്തൻ നന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നുവെങ്കിൽ അവൻ്റെ ഭവനത്തെ തിന്മ വിട്ടുമാറുകയില്ല. കലഹത്തിൻ്റെ ആരംഭം മടവെട്ടി വെള്ളം വിടുന്നത് പോലെ ആകയാൽ കലഹമാകും മുമ്പേ തർക്കം നിർത്തിക്കൊള്ളുക. ദുഷ്ടനെ നീതീകരിക്കുന്നവനും നീതിമാനെ കുറ്റം വിധിക്കുന്നവനും രണ്ടുപേരും യഹോവയ്ക്ക് വെറുപ്പ്. മൂഢന് ബുദ്ധിയില്ലാതിരിക്കെ ജ്ഞാനം സമ്പാദിപ്പാൻ അവൻ്റെ കയ്യിൽ ദ്രവ്യം എന്തിന്? ഓരോ വാക്യവും എത്ര അർത്ഥസമ്പുഷ്ടമാണെന്ന് ശ്രദ്ധിച്ചാലും വളരെയേറെ പണമുള്ള പല കുടുംബങ്ങളിൽ നിന്നുമുള്ള അനേകം കുട്ടികളെ എനിക്കറിയാം. പഠിക്കുവാൻ പോകുവാൻ അവർക്ക് യാതൊരു താല്പര്യവുമില്ല. അവർ അങ്ങനെ പോകേണ്ടിയിരുന്നില്ല. പഠിച്ച് ജയിക്കുവാനുള്ള കഴിവ് അവർക്കില്ല എന്നതല്ല, പിന്നെയോ കോളേജിൽ പോകുവാൻ തന്നെ അവർക്ക് താല്പര്യമില്ല എന്നതാണ് പ്രശ്നം. ഒന്നാമത്തെ പ്രശ്നം, അവരുടെ ഹൃദയം അതിലില്ല. എല്ലാ വ്യക്തിക്കും കോളേജ് വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം എന്നതിനോട് യോജിക്കുവാൻ എനിക്ക് പ്രയാസമാണ്. ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള സാധ്യത എല്ലാവർക്കും ഉണ്ടായിരിക്കണം. എന്നാൽ അതിന് താല്പര്യമില്ലാത്തവരെ അതിനായി നിർബന്ധിക്കരുത്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇതൊരു വിപത്തായി തീർന്നിരിക്കുകയാണ്. ലക്ഷങ്ങളും കോടികളും കൊടുത്ത് കുട്ടികൾക്ക് അഡ്മിഷൻ വാങ്ങും പ്രൊഫഷണൽ കോഴ്സിന്. എന്നാൽ ഈ പറഞ്ഞ പഠനത്തിന് പോകുവാൻ കുട്ടിക്ക് യാതൊരു മനസ്സുമില്ല. അല്ല, ഈ മനസ്സില്ലാതെ പഠിച്ചു വെളിയിൽ വന്നാൽ എന്താണ് പ്രയോജനം? ഞങ്ങളുടെ മകൻ അല്ലെങ്കിൽ ഞങ്ങളുടെ മകൾ ഡോക്ടറാണ്, എൻജിനീയറാണ്, ഇന്നാരാണ് എന്ന് പറയാം. ഇന്ന് വിദ്യാഭ്യാസം കച്ചവടമായി മാറിയിരിക്കുകയാണല്ലോ. പണമുള്ളവനെ പഠിക്കുവാൻ കഴിയൂ എന്ന ഗതികേടിലെത്തിയിരിക്കുകയാണ് വിദ്യാഭ്യാസം. ഈ മനസ്സില്ലാതെ പഠിച്ചവരൊക്കെ ജോലി ചെയ്യുമ്പോഴാണ് ഇനിയും അധികം പ്രശ്നം. എന്നാൽ പഠിക്കുവാൻ താല്പര്യമുള്ള എല്ലാ പാവപ്പെട്ട കുട്ടികൾക്കും പഠിക്കുവാൻ അവസരം ഉണ്ടാകണം എന്നതാണ് ഞാൻ ചിന്തിക്കുന്നത്. 17-ാം വാക്യത്തിൽ നാം കാണുന്നത്, സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു, അനർത്ഥകാലത്ത് അവൻ സഹോദരനായിത്തീരുന്നു. ഈ വാക്യം യോനാഥാനെയാണ് ഓർമ്മിപ്പിക്കുന്നത്. ദാവീദിൻ്റെ സ്നേഹിതൻ, ശൗലിൻ്റെ മകൻ യോനാഥാൻ. അവൻ ദാവീദിൻ്റെ എത്ര നല്ല സ്നേഹിതനായിരുന്നു. സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു. കൊട്ടാരത്തിൽ കിന്നരം വായിച്ചു കൊണ്ടിരുന്നപ്പോൾ മാത്രമല്ല, സൈന്യാധിപനായി ദേശത്തവൻ നടന്നപ്പോൾ മാത്രമല്ല, തൻ്റെ ജീവരക്ഷാർത്ഥം കാട്ടിൽ ഒളിച്ചിരുന്നപ്പോഴും ദാവീദിനെ യോനാഥാൻ സ്നേഹിച്ചു. പ്രതിസന്ധികളെ തരണം ചെയ്ത് യോനാഥാൻ അവനെ സ്നേഹിച്ചു. യോനാഥാൻ ശൗലിൻ്റെ മകനായിരുന്നെങ്കിലും സിംഹാസനത്തിൻ്റെ അനന്തരാവകാശിയായിരുന്നെങ്കിലും അവൻ ദാവീദിനെ സ്നേഹിച്ചു. അതാണ് യഥാർത്ഥ സ്നേഹിതൻ. ഈ പറഞ്ഞതുപോലെ ഒരു സ്നേഹിതൻ ഉണ്ടായിരിക്കുക എന്നത് അനുഗ്രഹീതമായ കാര്യമാണ്. ആരെങ്കിലും താങ്കളെ എല്ലാ കാലത്തും സ്നേഹിക്കുന്നില്ല എങ്കിൽ അയാൾ താങ്കളുടെ സ്നേഹിതനേ അല്ല.
താങ്കളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും പ്രത്യേക പ്രതിസന്ധിയിൽ ഈ പറഞ്ഞ വ്യക്തി താങ്കളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നില്ല എന്ന് കാണുന്നത് ജീവിതത്തിലെ നിരാശകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നാം പലപ്പോഴും ഈ അവസ്ഥയിൽ കൂടി കടന്നു പോകേണ്ടിയിരിക്കും. ഇത് നിർഭാഗ്യകരം തന്നെയാണ്. ഇനി 21-ാം വാക്യത്തിൽ നാം കാണുന്നത്, ഭോഷനെ ജനിപ്പിച്ചവന് അത് ഖേദകാരണമാകും, മൂഢൻ്റെ അപ്പന് സന്തോഷമുണ്ടാകുകയില്ല. സദൃശവാക്യങ്ങളിൽ ഇത് അനേകം പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്നു. മിടുക്കനായ ഒരു കുട്ടിയുടെ അപ്പൻ എപ്പോഴും സന്തോഷമായിരിക്കും. അവൻ നിരന്തരം ഈ കുട്ടിയെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടേയിരിക്കും. ശരിക്കും മിടുക്കനല്ലാത്തൊരു കുട്ടിയാകുന്നുവെങ്കിൽ മിണ്ടുകയില്ല. 22-ാം വാക്യത്തിൽ നാം കാണുന്നു, സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാകുന്നു, തകർന്ന മനസ്സോ അസ്ഥികളെ ഉണക്കുന്നു. ഇന്ന് ഹൃദയപ്രകാരമുള്ള അസുഖം ബാധിച്ച അനേകം ആളുകളുണ്ട്. അയ്യോ, ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ നാട്ടിലൊക്കെ ഹാർട്ട് അറ്റാക്ക് ഉണ്ട്, ആ രോഗത്തെക്കുറിച്ചല്ല, അതേക്കുറിച്ചല്ല ഞാനിവിടെ പറയുന്നത്. പിന്നെയോ ഇത് ഹൃദയത്തിന് ബാധിച്ച അസുഖമാണ്. ഇത് സന്തോഷക്കുറവുള്ള അനുഭവത്തെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അവർ എല്ലായ്പ്പോഴും അസന്തുഷ്ടിയിലാണ് കഴിഞ്ഞുകൂടുന്നത്. എല്ലാമുണ്ട്, ആരോഗ്യമുണ്ട്, പണമുണ്ട്, സാഹചര്യങ്ങളുണ്ട്, എന്നാൽ എപ്പോഴും സന്തോഷമില്ലാത്ത സ്ഥിതി. തൻ്റെ മക്കളുടെയൊക്കെ ഹൃദയം സന്തോഷമുള്ള ഹൃദയമായിരിക്കണമെന്നാകുന്നു നമ്മുടെ സ്വർഗസ്ഥനായ നല്ല പിതാവ് ആഗ്രഹിക്കുന്നത്. സന്തോഷമില്ലായ്മ ഒരിക്കലും ദൈവഹിതമല്ല. ആരാധനാ സ്ഥലത്തും പ്രവർത്തനാ രംഗങ്ങളിലും കുടുംബത്തിലുമൊക്കെ നാം സന്തുഷ്ടരായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എന്ന് കണ്ട് കഷ്ടങ്ങളും രോഗങ്ങളും ഒന്നും വരില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. അതെല്ലാം വരും. അതിൻ്റെ മധ്യത്തിലും സന്തോഷമായിരിക്കുന്നതാണ് ദൈവേഷ്ടം. ഇന്ന് അനേകരുടെയും ജീവിതത്തിൽ ഇത് കാണാൻ സാധിക്കുന്നില്ല. അനേകരും നിർബന്ധത്താൽ ജീവിക്കുന്നത് പോലെയാകുന്നു. അത് പാടില്ല. സന്തോഷത്തോടെ ജീവിതം ആസ്വദിച്ചു വേണം നാം കഴിയേണ്ടത്. സന്തോഷമില്ലായ്മ ദൈവം കൊണ്ടുവരുന്നതല്ല. സന്തോഷമില്ലായ്മ എപ്പോഴും പിശാചിൻ്റെ സമ്മാനമാണ്. ഈ കാര്യം നാം മറന്നു പോകരുത്. പിശാചിനോട് സമ്മാനം വാങ്ങിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 23-ാം വാക്യം നോക്കിക്കാട്ടെ. ദുഷ്ടൻ ന്യായത്തിൻ്റെ വഴികളെ മറിക്കേണ്ടതിന് ഒളിച്ചു കൊണ്ടുവരുന്ന സമ്മാനം വാങ്ങുന്നു. പല തരത്തിലുള്ള കൈക്കൂലികൾ ഇക്കാലത്തുണ്ട്. എവിടെ നോക്കിയാലും കൈക്കൂലിയാണല്ലോ. എങ്ങോട്ട് കയറിയാലും കൈക്കൂലി കൊടുക്കാതെ യാതൊന്നും സാധിക്കില്ല. അതില്ലാതെ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാകുന്നു എന്നൊന്ന് ചിന്തിക്കൂ. അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷത്തിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. കൈക്കൂലി ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിയിരിക്കുന്നത് പോലെയാണ് എല്ലാവരും പ്രവർത്തിക്കുന്നത്. അല്പം വല്ലതും കൊടുത്താൽ തന്നെ സംഗതി എളുപ്പം സാധിക്കുമല്ലോ എന്ന ചിന്ത. ഈ പ്രവണത മാറേണ്ടിയിരിക്കുന്നു. കൈക്കൂലി കൊടുക്കുന്നതും കൈക്കൂലി വാങ്ങുന്നതും ഒരുപോലെ തെറ്റാണ്. കൈക്കൂലിയിലൂടെ യാതൊരു കാര്യവും സാധിക്കാൻ പാടില്ല. ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യം ഒരിക്കലും അനുവദിക്കുവാൻ സാധിക്കില്ല. ഇതിനെ പലതരത്തിൽ ന്യായീകരിക്കുവാൻ ശ്രമിക്കുന്ന അനേകരെ ഞാൻ കണ്ടിട്ടുണ്ട്. തീർച്ചയായും അത് ദൈവവചനത്തോട് കാണിക്കുന്ന അന്യായമാകുന്നു. ഒടുവിലത്തെ വാക്യങ്ങളൊന്ന് നോക്കിക്കാട്ടെ. 24 മുതൽ. ജ്ഞാനം ബുദ്ധിമാൻ്റെ മുമ്പിലിരിക്കുന്നു, മൂഢൻ്റെ കണ്ണോ ഭൂമിയുടെ അറുതുകളിലേക്ക് നോക്കുന്നു. മൂഢനായ മകൻ അപ്പന് വ്യസനവും തന്നെ പ്രസവിച്ചവൾക്ക് കയ്പുമാകുന്നു. നീതിമാന് പിഴ കൽപ്പിക്കുന്നതും ശ്രേഷ്ഠന്മാരെ നേർനിമിത്തം അടിക്കുന്നതും നന്നല്ല. വാക്ക് അടക്കി വയ്ക്കുന്നവൻ പരിജ്ഞാനമുള്ളവൻ, ശാന്തമാനസൻ ബുദ്ധിമാൻ തന്നെ. മിണ്ടാതിരുന്നാൽ ഭോഷനെപ്പോലും ജ്ഞാനിയായും അധരമടച്ചുകൊണ്ടാൽ വിവേകിയായും എണ്ണും. എത്ര രസമായിരിക്കുന്നില്ലേ? മിണ്ടാതിരിക്കുന്നതിൻ്റെ ചില പ്രയോജനങ്ങളെക്കുറിച്ച് നാം ഈ ഭാഗത്ത് കാണുന്നു. വല്ലതും പറയേണ്ട അത്യാവശ്യമുള്ളപ്പോൾ മിണ്ടാതിരിക്കുന്നതിനെക്കുറിച്ചല്ല. പിന്നെയോ പ്രയോജനകരമായി യാതൊന്നും പറയുവാനില്ലാത്ത പക്ഷം മിണ്ടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല പോളിസി. മറ്റുള്ളവർ പറയുന്നത് ശ്രദ്ധിക്കുവാനും അതിൽ നിന്ന് പഠിക്കുവാനും ഇങ്ങനെ വരുമ്പോൾ അത് സഹായിക്കുമല്ലോ. ജ്ഞാനികളുമായി പൊതുവായുള്ള ഒരു കാര്യം താങ്കൾക്ക് ഇത് നൽകുമെന്ന കാര്യം കൊണ്ടും മിണ്ടാതിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അല്പം ശ്രദ്ധിച്ചിട്ട് ശാന്തമായി സംസാരിക്കുക. അങ്ങനെ വരുമ്പോൾ പ്രധാനപ്പെട്ടത് പലതും താങ്കൾക്ക് പറയുവാനുണ്ടാകും. ഇത് ചിന്തിക്കാതെ എടുത്തു ചാടി പറയുന്നത് കൊണ്ട്, അല്ലെങ്കിൽ സ്വയത്തെ ഉയർത്തുവാനുള്ള ശ്രമത്തിൽ പറയുന്നത് കൊണ്ട് നമ്മുടെ ഭോഷത്വം മാത്രമാകുന്നു മറ്റുള്ളവർ മനസ്സിലാക്കുന്നത്. ശ്രദ്ധിക്കുക, ദൈവവചനത്തിലൂടെ മുൻപോട്ട് പോകുമ്പോൾ ജ്ഞാനത്തോടുകൂടെ സംസാരിപ്പാനും
ജ്ഞാനിയായി ജീവിപ്പാനും സാധിക്കും. നമ്മുടെ സംസാരം എത്ര പ്രധാനപ്പെട്ടതാകുന്നു എന്ന് മറന്നു പോകരുത്. പ്രയോജനമുള്ള കാര്യങ്ങൾ സംസാരിക്കുവാൻ ദൈവകൃപ നമുക്ക് ആവശ്യമാണ്. മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുവാനും വളർത്തുവാനും സാധിക്കുന്ന വാക്കുകളായിരിക്കണം നമ്മുടെ വാക്കുകൾ. തീർച്ചയായും ദൈവവചനത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥനയോടുകൂടെ നിങ്ങൾ സമർപ്പിച്ചാൽ നിങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് അനുഗ്രഹവും ദൈവനാമത്തിന് മഹത്വമായി തീരും. അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ദൈവിക ജ്ഞാനം പ്രാപിക്കേണ്ടതിൻ്റെ ആവശ്യകത കൂടുതൽ കൂടുതൽ തെളിഞ്ഞു വരികയാണ്. തനിക്ക് ലാഭമായിരുന്നതെല്ലാം നഷ്ടപ്പെടുത്തി യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാന പൂർത്തി പ്രാപിക്കുവാൻ ആഗ്രഹിച്ച വ്യക്തിയാണ് പൗലോസ്. വിദ്യാസമ്പന്നനായിരുന്ന ആ മനുഷ്യൻ ക്രിസ്തു നിമിത്തം ഭോഷനായി തീർന്ന ചരിത്രം നമുക്കറിവുള്ളതാണല്ലോ. മനുഷ്യജ്ഞാനമല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാണ് നമ്മെ ദൈവിക പരിജ്ഞാനത്തിലേക്ക് നയിക്കുന്നത്. കർത്താവിൻ്റെ മനസ്സറിയുന്നവരായി തീരുവാൻ നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ എന്ന് ഭക്തനോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം.